തിരുവനന്തപുരം ലോ അക്കാദമിയിലെ മുൻ KSU നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി. KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റായ ആഷിഖ് മാന്നാറിനെതിരെയാണ് പീഡന പരാതി. 1ാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ടൊമാറ്റോ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു പീഡന ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, പേരൂർക്കട ലോ അക്കാദമിയിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ KSUവിന്റെ മുൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആഷിഖ് മാന്നാർ എന്ന KSU നേതാവിനെതിരെ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം 14-ാം തീയതി പാർട്ടിയുടെ KSUവിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ വീട്ടിൽ അത്തരത്തിലൊരു പരിപാടി നടക്കുന്നില്ല എന്ന് അറിഞ്ഞ് താൻ തിരികെ മടങ്ങാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവരും എത്തുമെന്ന് പറഞ്ഞ് ആ വീട്ടിലിരുത്തി ജ്യൂസ് നൽകിയ ശേഷം മയക്കി പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 16-ാം തീയതിക്കിടയിൽ പലതവണ സമാനമായ രീതിയിൽ പീഡനത്തിന് ഇരയാകേണ്ടി വരികയും ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പരാതിയിലെ പ്രധാന ആക്ഷേപം. ഒപ്പം തന്നെ ഈ യുവതി ഏറ്റവും പ്രധാനപ്പെട്ട ഈ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ദൃശ്യങ്ങൾ ഈ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുള്ളതിനാലാണ് അത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ലീക്കാകുന്ന സാഹചര്യം ഉണ്ടായാൽ തനിക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി എത്താൻ വൈകിയത്. മാതാപിതാക്കളോട് പോലും ഇക്കാര്യം പറയാൻ വൈകിയത് ഈ ഉത്ഭരം മൂലം ആണ് എന്നാണ് പരാതിയിൽ പെൺകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത പേരൂർക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കിരൺ, ഡാൻ, ഇത് സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ, അതോ ഇപ്പോഴും മാത്രമാണ് അവരും ഈ വിവരം അറിയുന്നത്? യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ പോലീസ് സോഴ്സുകളിൽ നിന്ന് ലഭ്യമായ ഈ FIRന്റെ പകർപ്പാണ്, നമുക്ക് അത് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റു യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഘടനാ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അത്തരം പ്രതികരണങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായി വരും. ശരി, എന്തായാലും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടി നിയമ വിദ്യാർത്ഥിനി പരാതി നൽകിയിരിക്കുന്നു. പീഡനം നടത്തിയതിനാണ് പരാതി നൽകിയിരിക്കുന്നത്. KSU നേതാവിന് നേരെയാണ്, ലോ കോളേജിലെ KSU നേതാവിന് നേരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഏകീകരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ. ഉത്തരവ് പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസും ഭരണകക്ഷി യുവജന സംഘടനയായ AYFും ആവശ്യപ്പെട്ടു. നാളെ മുതൽ ജില്ലകളിലും ഈ മാസം 7-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പറഞ്ഞു. ചെറുപ്പക്കാരെ നാടുകടത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും മറ്റെല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും ഷാഫി ആരോപിച്ചു. 10-60,000-ഓളം ചെറുപ്പക്കാർക്ക് ഈ സമയത്ത് കിട്ടേണ്ട തൊഴിലിനെ ഇല്ലാതാക്കി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവ് കേരളത്തെ യുവജനതയെ പൂർണ്ണമായും വഞ്ചിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവ് ഈ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസിനെന്നല്ല, യുവജനങ്ങളോട് താല്പര്യമുള്ള ഒരു സംഘടനക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കേരളത്തിലെ ചെറുപ്പക്കാരൻ്റെ തൊഴിലിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. തങ്ങൾക്ക് ലഭ്യമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭ്യമായ ഒരു ആനുകൂല്യം അത് എല്ലാ കാലത്തും തങ്ങൾക്ക് അതേപടി തന്നെ വേണം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് വേണം എന്നുള്ള ചിന്താഗതി ഒരിക്കലും ശരിയല്ല. ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം തന്നെ ഒരു തരത്തിൽ അത്യാഗ്രഹമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം, പരസ്യമായ പ്രതിഷേധം AYFിന്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. പ്രതിപക്ഷ കാലത്ത് എന്ന പോലെ തന്നെ യൂത്ത് കോൺഗ്രസിനൊപ്പം കോൺഗ്രസും ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. യുവാക്കൾക്ക് അവസരം ലഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. സർവീസിനകത്തിരിക്കുന്ന ആളുകൾക്ക് 60 വയസ്സ് ഗുണകരമാണ് സ്വാഭാവികമായും. പക്ഷേ ഇവിടെ ഒരു തലമുറയുണ്ട്, തൊഴിൽ രഹിതരായ തലമുറകൾ വളർന്ന് പെരുകി വളരുകയാണ് ഇവിടെ. ഇത്രയും ആളുകൾക്ക് 60 വയസ്സേക്ക് വർദ്ധിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടം, ഭാവി തലമുറക്ക് ജോലിയുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, കുറയും. അത് ഒഴിവാക്കണമെന്നതായിരുന്നു നമ്മുടെയൊക്കെ സമീപനം. ഞങ്ങൾ ആ ഒരു നയത്തിലാണ് ഇതുവരെയും നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അതിനകത്ത് 60 വയസ്സാക്കണമെന്ന് പറയുന്ന വിഭാഗങ്ങളും കോൺഗ്രസിൻ്റെ അകത്തുണ്ടാവാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ചെറുപ്പക്കാർ, യുവത്വത്തിന് യുവാക്കളെ ഇഗ്നോർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് ആ ഒരു ശക്തി ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അവരുടെ ജോലിയുടെ സാധ്യതകൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അതൊരു
ഒരു 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 കോംപ്രമൈസിങ്ങിൽ പോകണമെന്നർത്ഥം. ആ കോംപ്രമൈസിങ്ങിൽ പോകുന്ന ഒരു അപ്രോച്ചാണ് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്താനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനത്തിനെതിരെ ഭരണാനുകൂല സംഘടനയായ അല്ലെങ്കിൽ ഭരണപക്ഷ സംഘടനയായ AYF ആണ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം യൂത്ത് കോൺഗ്രസും അതിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏത് തരത്തിലേക്കുള്ള സമരത്തിന് നീങ്ങാനാണ് സാധ്യത കൂടുതലുള്ളത്? വലിയ പ്രതിഷേധം തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. പ്രതിപക്ഷ സംഘടനകൾക്ക് മുന്നേ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് CPIയുടെ യുവജന സംഘടനയായ AYF ആണ്. ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ AYF തങ്ങളുടെ പ്രതിഷേധം വ്യക്തമാക്കുകയും ചെയ്തു. ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് AYFന്റെ മുന്നറിയിപ്പ്. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും AYF ആവശ്യപ്പെട്ടു. AYF സംസ്ഥാന അധ്യക്ഷൻ അരുൺ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. AS നിലപാട് വ്യക്തമായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് K സുധാകരൻ KPC അധ്യക്ഷനും വ്യക്തമാക്കി. ശക്തമായ സമരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ DYFI ഇതുവരെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. അവർ മൗനം തുടരുകയാണ്. നേരത്തെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന പഠന റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇത്തരമൊരു വാഗ്ദാനം 58 ആക്കിയെങ്കിലും ഉയർത്താമെന്നൊരു വാഗ്ദാനം ജീവനക്കാരുടെ സംഘടനകൾക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഭിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി ഒരു തീരുമാനമെടുത്തതെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ജീവനക്കാർ. സാധാരണഗതിയിൽ ഇത്തരമൊരു തീരുമാനം വന്നാൽ കേരളത്തിൽ ആദ്യം തെരുവിലിറങ്ങുന്ന സംഘടനയാണ് DYFI. DYFIയുടെ ഔദ്യോഗിക നിലപാടും പെൻഷൻ പ്രായം ഉയർത്തരുത് എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഇന്നലെ ഉണ്ടായിട്ടും ഇന്ന് ഇതുവരെയും DYFIയുടെ നേതാക്കളാരും തന്നെ നമ്മൾ ചാനൽ നേരത്തെ പ്രതികരണത്തിന് വിളിച്ചിരുന്നു. അപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അല്ലാതെ ഒന്നും ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ലേ? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റുമായും സെക്രട്ടറിയുമായും ഫോണിൽ ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഫോണിൽ ലഭിച്ചിരുന്നില്ല. ഒരു ഔദ്യോഗിക നിലപാട് ഇതുവരെയും DYFI പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഗിരൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു പെൻഷൻ പ്രായ വർധന എന്ന ചർച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത വരുമ്പോൾ തന്നെ പൊടുന്നനെ സമരരംഗത്തിറങ്ങുന്ന സംഘടനയാണ് DYFI. ഇപ്പോൾ അവർ കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഭരണപക്ഷത്താണ്. അതുകൊണ്ട് കൂടിയാകാം അവരുടെ ഈ ഒരു മൗനവും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്ത നിലപാടും. ഏതായാലും ഇത് വർദ്ധിപ്പിച്ച തീരുമാനത്തിനൊപ്പം തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഇത് ഭാവിയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം കൂടി 60 വർദ്ധിപ്പിക്കാനുള്ള ഒരു സൂചനയായിട്ട് കൂടി പ്രതിപക്ഷ സംഘടനകൾ വിലയിരുത്തുന്നില്ലേ? പ്രതിപക്ഷ സംഘടനകളുടെ വിലയിരുത്തൽ മാത്രമല്ല, അതിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഒരു വഴിതൽ വെട്ടിപ്പുറക്കുകയാണ് സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ ഒരു സാമ്പിൾ ഇതിൽ എങ്ങനെയാണ് ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാരുടെയും പെൻഷൻ പ്രായം 60 അല്ലെങ്കിൽ 58 ആക്കാനുള്ള നീക്കം ശക്തമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ അത് സംബന്ധിച്ച സൂചനകൾ ശക്തമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് തൊട്ട് നടപടിയിലേക്ക് പോയാൽ അത് എങ്ങനെ ബാധിക്കും? ഇപ്പോൾ സർക്കാരിന് കുറച്ചുകൂടി സമയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരാനുള്ളത്. അതുവരെ ഒരു സാവകാശമുണ്ട്. ഈ സമയത്ത് ഒരുപക്ഷെ അത്തരമൊരു തീരുമാനം ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാറശാല ഷാരോൺ കൊലക്കേസിൽ മുഖ്യപ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും തെളിവെടുപ്പിനായി കന്യാകുമാരി ജില്ലയിലെ രാമവർമ്മൻ ചെറിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരുടെയും അറസ്റ്റ് രാവിലെയാണ് രേഖപ്പെടുത്തിയത്. ആശുപത്രിയിലുള്ള ഗ്രീഷ്മയെ റിമാൻഡ് ചെയ്തു. പ്രത്യേക വൈദ്യസംഘം അനുവദിക്കുകയാണെങ്കിൽ പോലീസ് സെല്ലിലേക്ക് മാറ്റും. ഇതിനിടയ്ക്ക് കേസിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പാറശാല പോലീസിന്റെ വിശദീകരണം. പോലീസ് കൃത്യമായി ഇടപെട്ടെന്ന CIയുടെ ശബ്ദരേഖ പുറത്തു വന്നു. 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പാറശാല പോലീസ് സ്റ്റേഷന് പറയുമ്പോൾ 14-ാം തീയതി നടന്ന സംഭവം 20-ാം തീയതി 7 ദിവസം 7-ാം ദിവസമാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിൽ നിന്ന്. അവരെ വീട്ടുകാർ ഇവിടെ വന്നിട്ടില്ല, പരാതി തന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 7 ദിവസത്തിനിടയിൽ ഈ ഷാരോണിൻ്റെ വീട്ടുകാർ പാറശാല പോലീസ് സ്റ്റേഷനിൽ വരികയോ ഇങ്ങനെ മകൻ ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊരു ഇൻറ്റിമേഷൻ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ആൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്, ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ CJMന് റിക്വസ്റ്റ് കൊടുത്ത്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്ത് നെയ്യാറ്റിൻകര 11-ാം കോടതി ജില്ലാ മജിസ്ട്രേറ്റ് അവിടെ പോകുന്നു. പയ്യനിൽ നിന്നും ഡൈയിങ് ഡിക്ലറേഷൻ എടുക്കുന്നു.
ഡൈൻ ഡിക്ലറേഷനിൽ ക്ലിയറായിട്ട് അയാൾ പറയുന്നുണ്ട്, അയാൾക്ക് ആരും ഒരു വിഷവും നൽകിയിട്ടില്ല, അയാളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. ആ കുട്ടി ഇയാൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇയാൾക്ക് ഹാംഫുൾ ആവുന്ന രൂപത്തിലല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കേസുമായിട്ട് ഒരു പരാതിയുമില്ല. വിക്ടിമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. 21-ന് വീണ്ടും ഞങ്ങൾ SI അവിടെ പോകുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പോലീസിനോട് ഇയാൾ ആവർത്തിക്കുന്നു. അതോടുകൂടി നമുക്ക് പിന്നീട് ആ സമയത്തും വീട്ടുകാർ നമ്മളോട് പരാതി പറയുകയോ പരാതി എഴുതി തരികയോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം പറയുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, 25-ന് ഈവനിങ് ഇയാൾ മരണപ്പെടുന്നു. 25 ഇത് നമ്മുടെ പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് 21 വെള്ളിയാഴ്ച, വീണ്ടും 22, 23, 24, 25 ചൊവ്വാഴ്ച ഈവനിങ് ആണ് ഇയാൾ മരണപ്പെടുന്നത്. അതിൻ്റെ ഡെത്ത് ഇൻറ്റിമേഷൻ നമുക്ക് ലഭിക്കുന്നത് രാത്രി 9 മണിക്കാണ്. ഇപ്പോൾ രാത്രി പിന്നെ ഇൻക്വസ്റ്റ് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. 26-ാം തീയതി രാവിലെ അയാളുടെ വീട്ടുകാരെ നിർബന്ധിച്ചാണ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നത്. 2-3 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് അവർ സ്റ്റേഷനിൽ വരുന്നത്. അവർ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൂടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു, 174 എഫ്ഐആർ ഇടുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ഇൻക്വസ്റ്റ് നടത്തുന്നു, ആഫ്റ്റർനൂൺ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അതേസമയം തന്നെ അന്ന് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു ഇങ്ങനെയുള്ള സംശയങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാരലായിട്ട് ഒരു സംഘം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു, അമ്മയെ കാണുന്നു, പെൺകുട്ടിയെ കാണുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും പ്രാഥമികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് 14-ാം തീയതി സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുന്നു വരുന്നു. വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ CAയുടെ വാക്കുകൾ ഒരു ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു ന്യായീകരണം മാത്രമായിട്ടാണ് പ്രാഥമികമായി തോന്നുന്നത്. എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, അത് പോലീസിന്റെ ഒരു വിശദീകരണമാണ്. കാരണം 14-നാണ് ഈ വിഷം ചേർത്ത കഷായം കൊടുക്കുന്നത്. അതിനുശേഷം 20-ന് വൈകിട്ടോടുകൂടിയാണ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ്. അതുവരെ മറ്റെന്തെങ്കിലും പരാതിയോ വാക്കാലോ രേഖാമൂലമോ ഒന്നും ലഭിച്ചിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ഇടപെട്ടു എന്നാണ് പാറശാല പോലീസിന്റെ വിശദീകരണം. അതിനുശേഷം 25-ന് ഷാരോണിന്റെ മരണം സംഭവിക്കുന്നു. അതിനുശേഷവും മൊഴി രേഖപ്പെടുത്തുന്നതിന് അവരുടെ മാതാപിതാക്കളെ വിളിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല, ബന്ധുക്കൾ സഹകരിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച വിവരമുണ്ട്. പ്രാഥമികമായി പെൺകുട്ടിയെ ചോദ്യം ചെയ്തെങ്കിലും ഇങ്ങനെ ഒരു മൊഴിയില്ലാത്തതുകൊണ്ട് മരണമൊഴിയിൽ പോലും ഷാരോൺ അങ്ങനെ ഈ പെൺകുട്ടിയെ സംശയിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരിമിതി ഉണ്ടായിരുന്നു. 23 വയസ്സുകാരിയെ അവരുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതിന് സ്വാഭാവികമായും കൃത്യമായ മൊഴികളില്ലാത്തതുകൊണ്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നീട് ഡോക്ടർമാരുടെ വിശദീകരണം വരുന്നു. അവരുടെ ഒരു സംശയവും അത് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാരെയും പെൺകുട്ടിയെയും വിശദമായി ചോദ്യം ചെയ്തു. അതിലാണ് മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത്. ആ സമയം മുതൽ ഇതൊരു കൊലപാതകമെന്ന സംശയം തോന്നി എന്ന് പോലീസ് പറയുന്നു. 27-നാണ് ഇത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും ചില തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. ഈ കീടനാശിനി കൊണ്ടുവന്ന ബോട്ടിൽ അത് അമ്മാവന്റെ കയ്യിൽ ഏൽപ്പിച്ചു, അത് അമ്മാവൻ നശിപ്പിച്ചു എന്നൊരു മൊഴിയാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാറശാല പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇന്ന് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് റൂറൽ SP ഓഫീസിൽ നിന്ന് 2 പ്രതികളെയും സിന്ധുവിനെയും നിർമ്മലിനെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. തെളിവെടുപ്പിന് പോകും മധ്യയാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് എത്തിയതും വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പ്രദേശത്ത്. കാരണം ഈ പെൺകുട്ടിയാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലായതോടുകൂടി, ആ വിവരം പുറത്തു വന്നതോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നാട്ടുകാരുടെ അക്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് പോലീസ് ഇരുവരെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. യുവാവിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കടുംകൈ ക്രൂരകൃത്യം ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ കൃത്യം ചെയ്ത ശേഷവും പെൺകുട്ടി വാട്സപ്പ് സന്ദേശമായും ഫോൺ രേഖകൾ വഴിയും ഒക്കെയും ഫോൺ സന്ദേശമായും ഒക്കെയും ബന്ധുക്കൾക്കും മറ്റ് ആളുകൾക്കും അയച്ച രേഖകളിൽ പറയുന്നതും താൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, താൻ എന്തിനത് ചെയ്യണം. അവസാന നിമിഷം, അതായത് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഷാരോണിന് അയച്ച മെസ്സേജുകളിലും പെൺകുട്ടി തന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ്. ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമോ ഇങ്ങനെ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അറിയാതെ ചെയ്തു പോയതോ അങ്ങനെ ഒരു സമീപനം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് പെൺകുട്ടി നടപ്പാക്കിയ ഒരു കൊലപാതകം, അതിൽ ബന്ധുക്കൾക്ക് എന്ത് പങ്കുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ കീടനാശിനി അമ്മാവൻ കളിയിക്കാവിളയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഉപയോഗിച്ച ശേഷം വെച്ചിരുന്നത് ഈ പെൺകുട്ടി പിന്നീട് കഷായത്തിൽ ചേർത്ത് യുവാവിന് നൽകിയെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നൽകിയത് വീട്ടുകാർക്ക് അറിയാമായിരുന്നോ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിശദമായ പരിശോധന. യുവാവിന്റെ സുഹൃത്ത്
ഷാരോണിന്റെ സുഹൃത്ത് പറയുന്നത് തങ്ങൾ 14-ന് അവിടെ എത്തുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു, അവർ കടന്നു പോകുന്നത് താൻ കണ്ടുവെന്നാണ് ഷാരോണിന്റെ സുഹൃത്ത് പറഞ്ഞത്. ഇത്തരത്തിലുള്ള അതിനിർണായകമായ മൊഴികൾ, അതോടൊപ്പം തന്നെ ഈ ഫോണിൽ ഷാരോൺ തന്നെ ചിത്രീകരിച്ചിരുന്ന ദൃശ്യങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ, ഇതെല്ലാമാണ് പെൺകുട്ടിക്ക് എതിരെയുള്ള തെളിവുകളായി മാറിയത്. അതേസമയം പെൺകുട്ടിക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി, അതായത് ഷാരോൺ മരിക്കുന്നില്ല അതിനു മുൻപ് തന്നെ വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുകയും പെൺകുട്ടിയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തെളിവുകൾ നശിപ്പിക്കാൻ, പെൺകുട്ടിയെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മാവനും അമ്മയും ഇടപെട്ടു എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായത്. ഇപ്പോൾ ഈ പ്രദേശവാസികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സമീപത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ്. എങ്ങനെയാണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്? അല്ല, ഇത് വളരെ ഗുരുതരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്ത് അങ്ങനെ ഒന്നും നടക്കാൻ സംഭവിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു. അത് വലിയ ഗുരുതരമായ കാര്യമാണ്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ഈ കൊലപാതകം നടത്തിയതാണ്. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഞെട്ടിക്കുന്ന ഈ നാടിനാകെ ഒരു ഞെട്ടൽ ആണ്. തീർച്ചയായും. എന്താണ് പറയുന്നത്? ഇത് സെയിം അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. തീരെ മോശകരമായ ഒരു പ്രവൃത്തിയായി പോയി അപ്പോൾ എന്നോട് ചെയ്തത് തന്നെ. പിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവസാന നിമിഷത്തിൽ ഈ ഒരു കടുംകൈ ചെയ്യാൻ കുട്ടി ഒരിക്കലും ശ്രമിക്കരുതായിരുന്നു. വീട്ടുകാർ കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി അങ്ങ് ഒഴിവാക്കണമായിരുന്നു. ഈ പയ്യനെ ഒഴിവാക്കിയിട്ട് അവൾ വേറെ കല്യാണം, ഈ ഒരു കൃത്യത്തിലോട്ട് പോകാൻ പാടില്ല. ഈ വിഷം കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് കുട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കൃത്യമായി ബോധപൂർവം ഒരു കുറ്റവാസന ഉള്ള ആൾ തന്നെ എന്ന നിലയ്ക്കാണ് കാണുന്നത്. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കുട്ടി നന്നാ പഠിക്കുന്ന കുട്ടി, നല്ല ബ്രില്യൻ്റ് കുട്ടി എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. പക്ഷേ എങ്കിലും അതിൻ്റെ മൈൻഡിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി പൊളിച്ചിരിപ്പുണ്ട്. കാര്യം എനിക്കെങ്ങനെയെങ്കിലും ജീവിക്കണം, ഞാൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പം എന്നെ സ്വാർത്ഥത ആണ് അവിടെ ആ കുട്ടിയെ തന്നെ പ്രേരിപ്പിച്ചത് സ്വാർത്ഥമാണ്. എന്തായാലും തക്കതായ ശിക്ഷ കിട്ടണം, നല്ല ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും പെൺമക്കളുള്ളവരാണ്, ആൺമക്കളുള്ളവരാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിധി ഇനി ഈ ലോകത്ത് ആർക്കും ഉണ്ടാവരുത്. നല്ല ശിക്ഷ കൊടുക്കണം. ഇത് നാട്ടുകാരുടെ ആകെയുള്ള ഒരു പ്രതികരണം ഇങ്ങനെയാണ്. കാരണം ഈ നാട്ടിൻ പ്രദേശമാണ്, അവർ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം, ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കൊല നടത്തുക എന്നത് വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് നാട്ടുകാർ കാണുന്നതും. ഇത് വലിയ ആസൂത്രണം ഉണ്ടായിരുന്നു. കാരണം ജോൾസൺ പറഞ്ഞു ആദ്യ ഭർത്താവ് മരിക്കും, രണ്ടാം വിവാഹമാണ് മെച്ചമാകുക എന്ന നിലയ്ക്കൊക്കെയും ഉണ്ടെങ്കിലും രണ്ടാമതൊരു വിവാഹം വന്നപ്പോൾ കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം ഇങ്ങനെ ഒരു കൊല നടത്തിയതാണ് എന്ന ഒരു കാര്യം കൂടി പോലീസ് കണക്കാക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഏതായിരുന്നാലും തെളിവെടുപ്പിന്റെ ഭാഗമായാണ് പാറശാല സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും. കിരൺ. ശരി. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടിയിൽ ഹൈക്കോടതിയിൽ ഗവർണറുടെ സത്യവാങ്മൂലം. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച നടപടി അംഗീകരിക്കാത്തത് നിയമവിരുദ്ധമെന്ന് ഗവർണർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. MS അനീഷ് കുമാറാണ് ചെയ്യുന്നത്. അനീഷ്, സത്യവാങ്മൂലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കിരൺ, കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടിക്കെതിരെ നടപടിയെടുക്കപ്പെട്ട സെനറ്റ് അംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടിയെ ന്യായീകരിച്ച് ഗവർണർ രംഗത്തെത്തിയത്. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച നടപടി അംഗീകരിക്കാത്തത് നിയമവിരുദ്ധമാണ് എന്നാണ് ഗവർണർ പറയുന്നത്. നേരത്തെ കേരള സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സെനറ്റ് പ്രതിനിധിയെ വിട്ടു നൽകുന്നതിനായി സെനറ്റ് യോഗം ചേരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. UGCയുടെ അടക്കം നോമിനിയെ നേരത്തെ തന്നെ നൽകിയെങ്കിലും സെനറ്റ് പ്രതിനിധിയെ ലഭിക്കാത്ത മൂലം VC തെരഞ്ഞെടുപ്പിനുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നത്. 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം വൈസ് ചാൻസലർ മുഖേന അറിയിച്ചുവെങ്കിലും സെനറ്റ് കോറം തികയാതെ യോഗം ചേരാതെ ഈ സെനറ്റ് പ്രതിനിധിയെ വിട്ടു നൽകാതിരിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കണമെന്ന് കാട്ടി വൈസ് ചാൻസലർക്ക് ഗവർണർ കത്ത് നൽകിയിരുന്നു. എന്നാൽ അത് പ്രകാരം വൈസ് ചാൻസലർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് താൻ നിർദ്ദേശിച്ച അംഗങ്ങളെ ഗവർണർ തന്നെ പുറത്താക്കുന്ന നടപടി കൈക്കൊണ്ടത്. ഇതിനെതിരെയാണ് ഈ ഹർജി ഫയൽ ചെയ്യപ്പെട്ടത്. എന്തായാലും ഗവർണർ തന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ഇത്തരം നടപടി ഈ തന്നെ ചോദ്യം ചെയ്ത് സെനറ്റ് അംഗങ്ങളെ ചോദ്യം ചെയ്ത് ഉള്ള ഈ നടപടി നിയമവിരുദ്ധമാണ്, തനിക്കതിനുള്ള അധികാരമുണ്ട് എന്നും വൈസ് ചാൻസലർ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുമാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. കിരൺ. ശരി അനീഷ്, ദയവായി തുടരുക. ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു സുപ്രധാന വാർത്ത കൂടിയുണ്ട്. വിഴിഞ്ഞത്ത് അന്ത്യശാസനവുമായി ഹൈക്കോടതി. തുറമുഖ കവാടത്തിലെ തടസ്സങ്ങളെല്ലാം തിങ്കളാഴ്ചയ്ക്കകം നീക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ സർവീസിൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന്റെ തുടക്കമാണ്. ഇത്
യഥാർത്ഥത്തിൽ യുവാക്കളോടുള്ള വഞ്ചനയാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാലോചനയില്ലാതെ പ്രതിപക്ഷത്തോടോ യുവജന സംഘടനകളോടോ ഒരാളോടും ഒരു ആലോചന പോലും ഇല്ലാതെ, ഒരു അവധാനത പോലും ഇല്ലാതെ ഒറ്റയടിക്ക് 4 വർഷം വരെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം ചതിയാണ്, വഞ്ചനയാണ്. ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇറക്കേണ്ട ഒരു തീരുമാനമാണോ ഇത്? അപ്പം ഇതൊരു തുടർച്ചയാണ്, തുടക്കമാണ്. സർക്കാർ സർവീസിലെ 56 വയസ്സെന്നുള്ളത് 60 വയസ്സ് നമുക്ക് ആക്കണം. ഇത്രയും നാൾ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെതിരായി ശക്തമായ നിലപാടെടുത്തിരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. ഘടകകക്ഷികൾ അങ്ങനെ തന്നെയായിരുന്നു LDFലെ. പക്ഷേ അധികാരത്തിൽ വന്നപ്പോൾ, തുടർഭരണം കിട്ടിയപ്പോൾ കേരളത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഈ തീരുമാനം. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? 55 വയസ്സ് 56 വയസ്സിൽ വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത സമയത്ത് അതിനെ ഏറ്റവും ശക്തിയായി എതിർക്കുകയും തെരുവിലേക്ക് അതിന്റെ സമരം കൊണ്ടുപോവുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 60 വയസ്സ് ഉയർത്തത്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പല ഏജൻസികൾ വഴി റിക്രൂട്ട്മെന്റുകൾ നടത്തിയതിന്റെ ലിസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ആ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ മുതൽ ആ ചെറുപ്പക്കാരെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് വിളിക്കുകയാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ തന്നെ, ഭാവിയിൽ തന്നെ കരുതലുകൾ വീഴ്ത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ ഈ തീരുമാനമുള്ളത്. ഈ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് വ്യക്തമാക്കണം. കാരണം ഇതിനെതിരായി ഉള്ള ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. തെറ്റായ ഒരു തീരുമാനമാണ്. കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന, അവരുടെ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന, ഭാവിയെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇത്. ഇതിനെ ഞങ്ങൾ ശക്തിയായി അല്ല, അതിപ്പോ യുവജന സംഘടനകൾ തീർച്ചയായിട്ടും UDFുമായിട്ടുള്ള ബന്ധപ്പെട്ട യുവജന സംഘടനകൾ സമരരംഗത്തുണ്ടാകും. ഞങ്ങൾ ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കും. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരരംഗത്തുണ്ടാവും. ആ സമരത്തിന് UDFും അതുപോലെ ആ ഘടകകക്ഷികൾ കോൺഗ്രസും എല്ലാം പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അതേ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ആവർത്തനമാണ്. കേരളത്തിലെ CPM അവരുടെ അണികളെ, അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ഇന്നലെ തൃശ്ശൂരിലെ SFI ജില്ലാ സെക്രട്ടറി ഒരു പ്രിൻസിപ്പലിന്റെ മുട്ടുകാലി തല്ലിയൊടിക്കുമെന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പറയാം. എന്തിനാണ് പിണറായി വിജയന്റെ ഈ പോലീസ്? എന്തിനാണ് അങ്ങ് ആഭ്യന്തരമന്ത്രി പദത്തിലിരിക്കുന്നത്? അങ്ങ് ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് തൊപ്പി വെച്ച ഒരു SIയുടെയും പോലീസുകാരന്റെയും മുമ്പിൽ വെച്ച് അങ്ങയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പ്രിൻസിപ്പലിന്റെ മുട്ടുകാരി തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞിട്ട് ചെറുവിരൽ അനക്കാൻ പറ്റാത്ത പോലീസാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് ആ അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങണം. DYFIയുടെ നേതാവ് കോഴിക്കോട് സെക്യൂരിറ്റിക്കാരന്റെ വിമുക്ത ഭടന്റെ വാരിയല് തല്ലി ഒടിച്ചു. എറണാകുളത്തെ SFI ജില്ലാ സെക്രട്ടറി സെക്യൂരിറ്റിക്കാരന്റെ കൈ തിരിച്ചൊടിച്ചു. ഇപ്പോ മുട്ടുകാലി തല്ലി ഒടിക്കാൻ വേണ്ടി പറയുന്നത് എല്ല് സ്പെഷ്യലിസ്റ്റുകളാണ് ഇവര്. ആണോ? ഓർത്തോപീഡിക്കാണ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് SFI നേതാക്കന്മാര്. വാരിയല്ലൊടിക്കുക, കൈ തല്ലി ഒടിക്കുക, മുട്ടുകാലി തല്ലി ഒടിക്കുക, ഇതിനെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് ഇവരെല്ലാം. മുഖ്യമന്ത്രിക്ക് ലജ്ജയില്ല എന്നാണ് എന്റെ ചോദ്യം. സ്വന്തം പാർട്ടിയിൽപ്പെട്ട അണികളിങ്ങനെ അധ്യാപകർക്ക് നേരെയും സാധാരണ മനുഷ്യർക്ക് നേരെയും പാവപ്പെട്ടവന്റെ നേരെയും കുതിര കയറുമ്പോൾ അതിനെതിരായിട്ട് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അതാണ് പറയേണ്ടത്. അതുപോലെ വിലക്കയറ്റത്തെ സംബന്ധിച്ച് മൗനമാണ് മുഖ്യമന്ത്രി. ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അരിയുടെ വില മാത്രമല്ല 13 അരിയുടെ വില കൂടിയാൽ 10 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു അരിയുടെ വില വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അപകടം, അതനുസരിച്ച് ആനുപാതികമായി 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും, പച്ചക്കറിയുടെ വില വർദ്ധിക്കും. 10% മാത്രമാണ് സപ്ലൈകോയിൽ കൊടുക്കുക. അതുപോലും കിട്ടുന്നില്ല, 5% പോലും കിട്ടുന്നില്ല. സപ്ലൈകോയിൽ മണിക്കൂറുകൾക്കകം സാധനങ്ങൾ തീർന്നു പോയാണ്, പിന്നെ സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോൾ മാർക്കറ്റിൽ, പൊതുമാർക്കറ്റിൽ ഇടപെടൽ നടത്താൻ സർക്കാരിനോ സർക്കാരിന്റെ ഒരു ഏജൻസിക്കോ കഴിയുന്നില്ല.
രൂക്ഷമായ വിലക്കയറ്റമാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ മുതൽ സമരപരിപാടികൾ ആരംഭിക്കുകയാണ്. UDFും സമരമുഖത്താണ്. സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരായി വിലക്കയറ്റം തടുത്തു നിർത്താൻ ശ്രമിക്കാത്തതിനെതിരായിട്ടുള്ള സമരമുഖത്തേക്ക് കോൺഗ്രസും UDFും വരികയാണെന്ന് കൂടി സൂചിപ്പിക്കും. ഡൽഹിയിൽ നിന്ന് ഇങ്ങനെയൊരു വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ വാർത്ത ശൂന്യതയിൽ നിന്ന് നമ്മളെ ചില മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയെടുത്താണ്. അവർക്കൊരു നല്ല നമസ്കാരം പറയാം. കാരണം കോൺഗ്രസ് പ്രസിഡന്റിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞാലോ. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ കണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. സീതാറാം യെച്ചൂരിയും പറയാത്ത കാര്യം, കോൺഗ്രസ് പ്രസിഡന്റ് പറയാത്ത കാര്യം, കോൺഗ്രസ് പ്രസിഡന്റും ഖാർഗെയും യെച്ചൂരിയും നടത്തിയ ചർച്ചയിൽ പറഞ്ഞുവെന്ന് ഇപ്പം മാധ്യമ സൃഷ്ടി എന്നുള്ള വാക്കൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാളെയും റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. വിശ്വാസ്യത നിങ്ങളുടെ നഷ്ടപ്പെടുള്ളൂ, ഞങ്ങളുടെ ആരുടെയും വിശ്വാസ്യത പോയില്ല. ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങളുടെ അടുത്ത് ഏതെങ്കിലും നിലപാടിൽ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളെ വിമർശിക്കുകയും ഞങ്ങളോട് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹമുണ്ട്. ഇന്നലെ AICCയുടെ റിലീസ് വന്നു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ചില മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത രാത്രിയും കൊടുത്തുകൊണ്ടിരുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ വാർത്ത കൊണ്ടൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വിശ്വാസമൊന്നും തകരില്ല. പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ നാളെ പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഡൽഹിയിലെ 2-3 പേരാണ് ഇത് മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയ കൃത്രിമമായ വാർത്തയാണ്. ഖാർഗെയെ യെച്ചൂരി ഫോണിൽ വിളിച്ചപ്പോൾ ഇവരെങ്ങനെയാണ് അറിഞ്ഞത്? ഖാർഗെജി എന്താണ് യെച്ചൂരിയോട് സംസാരിച്ചതെന്ന്? അപ്പം ഇത്തരം വാർത്തകൾ പടച്ചു വിടാതിരിക്കുകയാണ് നല്ലത്. അത് വിട്ടാൽ നിങ്ങളുടെ വിശ്വാസ്യത തകരും, അത്രേ പറയാം. കോൺഗ്രസ് ആ സ്ഥാനത്ത് നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ നിലപാടാണ് കോൺഗ്രസ് പ്രസിഡന്റ്. അതായത് ഭരണഘടനാ വിരുദ്ധമായ നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ അപ്പം ഞങ്ങൾ ചോദ്യം ചെയ്യും കോൺഗ്രസ് പാർട്ടി. ശരിയായ നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ അതിനെ പിന്തുണയ്ക്കും. വിഷയാധിഷ്ഠിതമാണ്. ഭരണഘടനാ വിരുദ്ധമായി ഗവർണർ സംസാരിച്ചാൽ CPM-നേക്കാൾ ശക്തിയായി ഞങ്ങൾ പറയും. ഒരു സംശയം കാര്യമില്ല. അതുകൊണ്ട് വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് മാത്രമേ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനിക്കുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവർണറും സർക്കാരും തമ്മിലുള്ള കൂട്ടുകച്ചവടം ആണ് സുപ്രീം കോടതി പൊളിഞ്ഞു പോയത്. അവർ രണ്ടുപേരും സുപ്രീം കോടതി തോറ്റു. UDF ആണ് സുപ്രീം കോടതി ജയിച്ചത്. ഇപ്പൊ ഗവർണർക്കെതിരായി നടത്താൻ പോണ സമരം എന്ന് പറഞ്ഞ് പോകുന്നത് സുപ്രീം കോടതിക്കെതിരായ സമരമാണ് യഥാർത്ഥത്തിൽ. കാരണം ഗവർണർക്കെതിരെതിരായ ഇവർ സമരം ചെയ്യുന്നത്, ഇവർ പറഞ്ഞ അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ ഗവർണർ പറഞ്ഞത്, അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ട്? ഞാൻ അഫിഡവിറ്റ് ഹാജരാക്കിയല്ലോ. അപ്പൊ പിന്നെ ഗവർണർക്കെതിരായി സമരം, ഗവർണർ ഈ അപ്പോയിന്റ്മെന്റ് എല്ലാം ശരിയാണെന്നാണ് വാദിച്ചത് സർക്കാരിന്റെ കൂടെ നിന്ന്. അപ്പൊ സമരം ഗവർണർക്കെതിരെയല്ല, LDF നടത്തുന്ന സമരം സുപ്രീം കോടതിക്കെതിരെയാണ്. പെൻഷൻ പ്രായം ഉയർത്തിയതിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടും സർക്കാരിനെതിരെയുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചത്. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനുള്ള വിമർശനം, ഒപ്പം തന്നെ ഗവർണറും സർക്കാരുമായി ഒത്തുകളിയാണ് എന്നുള്ള ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റു വാർത്തയിലേക്ക്. വിഴിഞ്ഞത്ത് അന്ത്യശാസനവുമായി ഹൈക്കോടതി. തുറമുഖ കവാടത്തിന് തടസ്സങ്ങളെല്ലാം തിങ്കളാഴ്ചക്കകം നീക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വഴി തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പു നൽകാനാവുമോ എന്ന് കോടതി സമരക്കാരുടെ അഭിഭാഷകനോട് ചോദിച്ചു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ? കിരൺ, വിഴിഞ്ഞത്തെ സമരപന്തൽ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് 2 തവണ കോടതി ഉത്തരവിട്ടിരുന്നു. ഈ 2 ഉത്തരവുകളും നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് അദാനി ഗ്രൂപ്പ് വീണ്ടും ഹൈക്കോടതി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തടസ്സങ്ങളെല്ലാം തിങ്കളാഴ്ചക്കകം നീക്കം ചെയ്യണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് വരെ എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് വിഴിഞ്ഞത്ത് നിലവിൽ ഉള്ളത്. ഒരു ഉത്തരവും ഇതുവരെ നടപ്പിലാക്കിയിട്ടുമില്ല എന്നും അദാനി കോടതിയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി. എന്നാൽ സർക്കാരുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അഭിഭാഷകൻ കോടതി അറിയിച്ച്. മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. അനൌദ്യോഗികമായി കമ്മിറ്റികൾ രൂപീകരിച്ച് ചർച്ചകൾ, പഠനങ്ങൾ എന്നിവ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം ആവുന്നതുവരെ കോടതി സമയം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ
കോടതിയിൽ വാദിച്ചു. 4000-ഓളം ആളുകൾ ഇപ്പോഴും സമരസ്ഥലത്തേക്ക് സംഘടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുമുണ്ടെന്നും അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും വഴി തടസ്സപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു. ഇതിന് മറുപടി വഴി തടസ്സപ്പെടുത്തില്ല എന്ന് മത്സ്യത്തൊഴിലാളികളുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുകയും ഇക്കാര്യം കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും അത് കോടതിയിൽ അറിയിക്കുകയും വേണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്ന നിർദ്ദേശവും കോടതി പറഞ്ഞിരിക്കുന്നു. അനീഷ്, എന്തായാലും അപ്പോൾ തിങ്കളാഴ്ച കൊണ്ട് ഈ തടസ്സങ്ങളെല്ലാം നീക്കിയേ മതിയാവും അല്ലേ? തീർച്ചയായും തടസ്സങ്ങൾ നീക്കണം എന്ന് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും പറയുന്നത്. കാരണം 2 തവണ ഇതിനു മുമ്പ് കോടതി ഇത്തരത്തിൽ അന്ത്യശാസനം നൽകിയിരുന്നു. നിയമപരമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും എന്തും ചെയ്യാനുള്ള അനുമതി എന്നത് പ്രതിഷേധത്തിന് അനുമതി നൽകുന്നു എന്നതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് കരുതുന്നതെന്നടക്കമുള്ള രൂക്ഷപരമായ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല. സംസ്ഥാന പോലീസ് വെറും കാഴ്ചക്കാരായി ഇപ്പോഴും നോക്കി നിൽക്കുന്നു എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പരാതി. സർക്കാരിന്റെ പോലീസ് ശരി, എന്തായാലും വിഴിഞ്ഞത്ത് സമരം തുടരാം. പക്ഷേ സമരത്തിന് വിഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് കോടതി കൃത്യമായും തന്നെ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാറാണ്. വിഴിഞ്ഞം സമരസമിതി കലാപത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പോലീസിനു നേരെ നിരവധി ആക്രമണ പ്രവർത്തനങ്ങളാണ് സമരക്കാർ നടത്തുന്നത്. ചികിത്സയിൽ കഴിയുന്ന മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യത്തെ സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് അപായകരമായ നീക്കമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ശിവൻകുട്ടി കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അത് മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഈ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് പരസ്യമായ പത്രക്കുറിപ്പിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതായത് ഈ വിഴിഞ്ഞം സമരസമിതിയുടെ പിന്നിൽ ചില ഗൂഢശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അവർ വിദേശത്ത് നിന്ന് ഈ വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടെ ഇവിടേക്ക് പണം ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള കൃത്യമായ കണ്ടെത്തലുകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന AJ വിജയൻ എന്നയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതായി, കോടിക്കണക്കിന് രൂപ എത്തുന്നതായി അടക്കമുള്ള കണ്ടെത്തലുകൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. സമാനമായ രീതിയിൽ ഈ വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. ആ വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാകണം മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിനെതിരായ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് അത് ഇന്ന് രാവിലെ അവിടെ 7 മണിക്ക് ആരംഭിച്ചതാണ്. അല്പസമയത്തിനകം അത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എത്തിച്ചേരും. ശരി, എന്തായാലും സർക്കാർ നിലപാട് വളരെ വ്യക്തമായി തന്നെ തലസ്ഥാനത്തു നിന്നുള്ള മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കാനില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്തതിന് നോട്ടീസ് പോലും നൽകാതെ വീട് ജപ്തി ചെയ്തെന്ന ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട സഹകരണ മന്ത്രി വീട് തിരിച്ചു നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും റിസ്ക് ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായ തുക നൽകാനാണ് തീരുമാനമെന്നും മന്ത്രി VN വാസവൻ ന്യൂസ് 18 പറഞ്ഞു. ഇന്ന് രാവിലെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തൃശ്ശൂരിൽ മുണ്ടൂർ അർബൻ ബാങ്കിലെ ഒരു നടപടിയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അത് കോടതി ഉത്തരവാണ്. ഞാൻ അന്വേഷിച്ചു. CJM കോടതി ഉത്തരവിട്ടു ജപ്തിക്ക്. കോടതി ഉത്തരവാണെങ്കിൽ പോലും ചെറിയ തുണ്ടം ഭൂമിയൊക്കെ ജപ്തി ചെയ്യുമ്പോൾ അവർക്ക് മറ്റൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതാണ് പൊതുവിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ജോയിൻ്റ് രജിസ്ട്രാറെ അയച്ചിട്ടുണ്ട്. പോയി പരിശോധിച്ചിട്ട് പാവങ്ങളാണെങ്കിൽ അവർക്ക് ആ ജപ്തി ചെയ്ത സ്ഥലവും വീടും കൂടെ തിരിച്ചു കൊടുക്കുക, അതിനാവശ്യമായ പരിഹാരം ഗവൺമെൻറ്റോട് ബന്ധപ്പെട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നടപടി സ്വീകരിച്ച ആളുകൾ കോടതി ഉത്തരവായതുകൊണ്ട് അവരെ ഇപ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിൽ നടപടിയെടുക്കാൻ പറ്റില്ല. കോടതി ഉത്തരവ് പാലിച്ചില്ല, കോടതി നടപടിയെടുക്കില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ ഉണ്ടായ സംഭവത്തിന് പരിഹാരം ഉണ്ടാക്കും. ആ തരത്തിൽ JRനെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കും. അല്ല, സർക്കാരത്തിലേക്കില്ല. അവർക്കിപ്പോൾ എത്രയാണോ എമൗണ്ട് നോക്കിയിട്ട് റിസ്ക് ഫണ്ടിൻ്റെ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് JRനോട് പറഞ്ഞത്. ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാം, ഗവൺമെൻറ് തന്നെ സഹായിക്കാം, എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ന്യൂസ് 18നെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി ഈ വാർത്ത നൽകുകയും ഈ വാർത്തയുടെ
ആ ജപ്തി നടപടികൾ മൂലം ആ കുടുംബത്തിനുണ്ടായ പ്രയാസം, ആ കുടുംബം വഴിയാധാരമായ അവസ്ഥ തുടർച്ചയായി വാർത്തയാക്കുകയും അത് ചർച്ചയാക്കുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇപ്പോൾ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ അല്പസമയത്തിനകം തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. തീരുമാനമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്ന് വീട്ടുടമയായ മുണ്ടൂർ ചൊവ്വല്ലൂർ വീട്ടിൽ ഓമന ന്യൂസ് 18നോട് പ്രതികരിച്ചു. അവരെപ്പോഴാണ് വരണം വെച്ചാൽ കാത്തിട്ടിരിക്കുക. ഉറപ്പ് തീരുമാനം അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ. ഒരു നല്ലൊരു ബഹുമാനത്തോടു കൂടി പറഞ്ഞു, ആ ബഹുമാനത്തോടു കൂടി ഞങ്ങളത് ഏറ്റെടുത്തിക്കാണ്. ഇനിയിപ്പോൾ അവർ പറയാണ് അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും ഇനി ഞങ്ങളുടെ. ഇതിൻ്റെ ഉള്ളിൽ പോവൊന്നുമില്ല, ഇവിടെ ഇരിക്കും, ഈ ഉമ്മർത്തിരിക്കും ഞങ്ങൾ. ഇന്നലെ കൂലിപ്പണിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് വീട് സീൽ ചെയ്ത കാര്യം ഓമന അറിഞ്ഞത്. ജോലിക്ക് പോകുമ്പോൾ ധരിച്ച വസ്ത്രം മാറാൻ കഴിഞ്ഞില്ലെന്നും ഓമന പറഞ്ഞു. 10 വർഷമായി മുടങ്ങിക്കിടന്ന വായ്പയാണെന്നും 8 തവണ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു ബാങ്ക് ചെയർമാൻ പോൾസൺ ആലപ്പാടിന്റെ പ്രതികരണം. ഒരു 8 തവണയെങ്കിലും ഏകദേശം ഇവരിതേപോലെ ഓരോ മറുപടി ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് മനസ്സിലായ. 2012 കൊടുത്ത വായ്പ നമ്മൾക്ക് ഇത് കുടിശ്ശികയാവണത് ഏകദേശം നമുക്ക് ഒരു ഡേറ്റ് വരണത് 2012 ഒക്ടോബർ മാസത്തിലാണ് കുടിശ്ശിക ഡേറ്റ് ആവണത്. ബാക്കി 10 വർഷക്കാലം നമ്മൾ ഇത് നമ്മുടെ ബാങ്കിലത്തെ ജീവനക്കാർ ചെല്ലുമ്പോൾ ഇവര് പറഞ്ഞ ഓരോ കാരണങ്ങൾ പറയുമ്പോൾ അതൊരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിലാണ് നീട്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊരു ബ്ലേഡ് കമ്പനി അല്ല, നമ്മൾ സഹകരണമാണ്. KP ധനേഷ് ആണ് ചേരുന്നത്. ധനേഷ്, ആദ്യം തന്നെ ധനേഷിന്റെ ഈ ഇടപെടലിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാർ അവിടെ എത്തി വീട്ടുകാരെ വിവരം ധരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അരമണിക്കൂറിലൂടെ എത്തുമെന്നാണ് രജിസ്ട്രാർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഇന്നലെ രാത്രി 10 മണിക്കാണ് നമ്മൾ ഫസ്റ്റ് ഈ വാർത്ത ഓണർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 12 മണിക്കൂറാകുമ്പോഴേക്കും ആ വാർത്തയ്ക്കുള്ള ഒരു വലിയൊരു ഇമ്പാക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് അനുകൂലമായിട്ട് എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ അമ്മയും മകനോട് ഇരിക്കുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അമ്മ, അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അമ്മയ്ക്ക് തീരെ അമ്മ വയ്യാതിരിക്കണം, മകനോട് ചോദിക്കാം എന്താണ് ഇതിൽ പറയണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? അനുകൂലമായി റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്, ശരിയായ സന്തോഷം തന്നെയാണ്. അത്ര സന്തോഷമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഈ സത്യമായ ന്യൂസ് 18 വഴി തന്നെയാണ് സംഭവം പുറത്ത് വന്ന് ഇത്രയും വിഷയം ഉണ്ടായത്. സംഭവമൊക്കെ പുറത്തറിഞ്ഞത് സർക്കാർ ഇടപെട്ടു. അതിന് വലിയ താങ്ക്സ് എന്തായാലും നമുക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. എന്തുണ്ടായാലും ഇവിടുത്തെ ആലത്തൂർ MP നിങ്ങളായിട്ട് ബന്ധപ്പെടുമോ അങ്ങനെ വല്ലതൊക്കെ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. സുനിൽകുമാർ സാറ് മാത്രം വിളിച്ചുള്ളൂ. ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ ആൾ വിളിച്ചു. ഇന്ന് രാവിലെയും വിളിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ബന്ധപ്പെടുണ്ടെന്ന് പറഞ്ഞിട്ട് സുനിൽകുമാർ സാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. MP എന്നുള്ള രീതിയിൽ അവർ വിളിക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെ നാട്ടുകാരും വിളിച്ച് ചോദിക്കാനൊന്നും ഉണ്ടായിട്ടില്ല? ഇതുവരെ എൻ്റെ അറിവിൽ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുത്തെ ആലത്തൂർ MP രമ്യ ഹരിദാസ് ഇവിടെ അവരെ വിളിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പൊതുപ്രവർത്തനായ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ സർക്കാർ 3 സെൻറ്റ് സ്ഥലമുള്ള ഒരു വ്യക്തിയുടെ വീട് ജപ്തി ചെയ്യാനൊന്നും കേരള സഹകരണ ആക്ടിൽ പറയുന്നില്ല. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സഹകരണ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ബാങ്കാണ്. ആ ബാങ്കിന് ബാങ്കിങ് ഇടപാട് നടത്താൻ മാത്രമാണ് RBIയുടെ ലൈസൻസ് ഉള്ളത്. അപ്പോൾ ഇത് ബോധപൂർവം ഭരിക്കുന്ന ഭരണസമിതി ബോധപൂർവം കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി CJM കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെ അത് നോട്ടീസ് കൊടുക്കുക, കക്ഷികളെ അറിയിക്കുക, അതൊന്നും ചെയ്യാതെ അന്യായമായ രീതിയിൽ പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ പൂട്ട് പൊളിച്ച് വീണ്ടും വേറെ പൂട്ടിട്ട് ജപ്തി നടത്താണ് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ കക്കൂസ് ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ അവരുടെ കക്കൂസ് സീൽ ചെയ്യുക, അതുപോലെ കറണ്ട് കട്ട് ചെയ്യുക, ഈ ഇത്തരത്തിലൊരു വൃത്തികെട്ട യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്
എന്തായാലും ആ വീട്ടുകാരുടെ ദുരിതത്തിന് ഉടൻ തന്നെ പരിഹാരം ആകുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അല്പസമയത്തിൽ തന്നെ ജോയിന്റ് രജിസ്ട്രാർ ആ വീട്ടിലെത്തി അവരെ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. അത് എത്തുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയുടെ തുടർ വാർത്തകളും പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ മുഴക്കുന്നിൽ അധ്യാപകൻ 4 വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയതായി പരാതി. കൗൺസിലിംഗിനിടെയാണ് വിദ്യാർത്ഥിനികൾ സംഭവം തുറന്നു പറഞ്ഞത്. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി സംഭവത്തിൽ SFI രംഗത്തെത്തി. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെയാണ് പരാതി. ഇയാൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് SFI സമരം ആരംഭിച്ചിട്ടുള്ളത്. സ്കൂളിലെ അധ്യാപകനായ ഹസൻ മാസ്റ്റർക്കെതിരെ ആണ് പരാതി. ഈ പരാതി കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടികൾ തുറന്നു പറഞ്ഞത്. തുടർന്ന് ഈ കൗൺസിലർ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പ്രധാന അധ്യാപികയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. PTA ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അധ്യാപകനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SFI രംഗത്തെത്തിയിട്ടുള്ളത്. 4 വിദ്യാർത്ഥിനികളോടാണ് ഈ ഹസൻ എന്ന അധ്യാപകൻ മോശമായി പെരുമാറിയതെന്നാണ് പരാതി. ഇപ്പോൾ പോലീസ് പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അധ്യാപകനെതിരെയുള്ള നടപടികൾ ഉണ്ടാകുക. വിദ്യാർത്ഥികളോട് ലൈംഗിക താല്പര്യത്തോടു കൂടി പെരുമാറി എന്നാണ് പരാതി. അതിനാൽ ഇത് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് തയ്യാറാകുന്നത്. അതിനുവേണ്ടിയുള്ള മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും പ്രതിഷേധം SFI ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി സൂചന. മ്യൂസിയത്തിൽ യുവതിയെ ആക്രമിച്ചതും കുറവൻകോണത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയതും ഒരാൾ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശേഷം ഇയാൾ കാറിൽ മ്യൂസിയത്തിലെത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. BB അരുണാണ് ചേരുന്നത്. അരുൺ, തലസ്ഥാനത്ത് പോലീസിന് നാണക്കേടായിരുന്നു കഴിഞ്ഞ 3-4 ദിവസമായിട്ടും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത്. ഇപ്പോൾ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായെന്നാണ് സൂചനകൾ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കസ്റ്റഡിയിലായ വിവരം പോലീസ് അതേ രൂപത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും പ്രതി അറസ്റ്റിലാകാമെന്ന സൂചനയാണ്, വിവരമാണ് പോലീസ് നൽകുന്നത്. പ്രതിക്ക് പിന്നാലെ പോലീസ് സംഘമുണ്ട്. ആളാരെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഒരാഴ്ചയോളമാകുന്നു മ്യൂസിയത്ത് പ്രഭാത സവാരിക്കെത്തിയ യുവതിയെ ആക്രമിച്ച സംഭവം. അതിനു പിന്നാലെ നന്ദൻകോട്ടും അമ്പലമുക്കിലുമൊക്കെ വീടുകളിൽ കയറി അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ ഭീതിയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്ത് മ്യൂസിയത്തെ യുവതിയെ ആക്രമിച്ചതും മറ്റ് സംഭവങ്ങളിൽ ഉൾപ്പെട്ടതും ഒരാളെന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ പോലീസ് അതിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇയാളെയാണ് ഇപ്പോൾ പോലീസ് തിരിച്ചറിയിക്കുന്നത്. പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇയാളുണ്ട്. വൈകാതെ അറസ്റ്റ് ഉണ്ടാകും. ഏതായാലും പോലീസിന് വലിയ നാണക്കേടായ വിഷയത്തിൽ നിന്നിപ്പോൾ അവർക്ക് തടിയൂരാനുള്ളൊരു അവസരമായി ഇതിനെ കാണുന്നുണ്ട്. അധികം വൈകാതെ അറസ്റ്റ് ഉണ്ടാകും. ഇയാളുടെ രേഖാചിത്രം അടക്കം പോലീസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ശരി, BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേരളശ്രീ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് കാനായി കുഞ്ഞിരാമൻ. ശില്പങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ ഗൗരവമായി എടുത്തിട്ടില്ല. അതിനാലാണ് പ്രതിഷേധം. പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും കാനായി കുഞ്ഞിരാമൻ വ്യക്തമാക്കി. സർക്കാർ ഇതെല്ലാം പറഞ്ഞു. സർക്കാർ വിചാരിച്ച ഇതെല്ലാം നന്നാക്കിയെടുക്കാൻ ഇത്രയും സേവനം ചെയ്ത് ഞാൻ ചെയ്ത സേവനത്തിന് കോടികൾ കൊടുത്താൽ മതിയാവില്ല. അത്രയധികം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് സർക്കാരിന് വേണ്ടിയിട്ട്. സർക്കാരിന് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ട് മാറി വരുന്ന ഗവൺമെൻറ്. ഇത് പറയാൻ ആരുമില്ല. ഇപ്പോൾ ഒരു അവാർഡ് എന്നെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അവാർഡ് സ്വീകരിക്കില്ല. എൻ്റെ മനസ്സ് സമ്മതിക്കില്ല അവാർഡ് സ്വീകരിക്കാൻ. കാരണം എൻ്റെ ദയനീയമായ സ്ഥിതിയായത്. അവാർഡ് വാങ്ങിയിട്ട് എന്ത് കാര്യം? പട്ടിണി എടുക്കുന്നതിന് അവാർഡ് വിട്ട പട്ടിണി മാറുമോ? അപ്പോൾ അവാർഡിനെ നിരസിക്കില്ല. ഇത്രയും താല്പര്യത്തെ സർക്കാർ ഇത് നന്നാക്കാൻ നോക്കണം. ഞാൻ എന്ത് വേണം ചെയ്യാം അതിന് വേണ്ടിയിട്ട് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഒരു ശില്പം കാരണം ആ നാട് മുഴുവൻ മാറി. ജനം സ്വീകരിച്ചു ആ ശില്പത്തെ തന്നെ. ഇന്നത് മാത്രമല്ല, ലോകം തന്നെ സാഗരകന്യകയെ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള
ശില്പമായിട്ട് സാഗരകന്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതും എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. പക്ഷേ സർക്കാരിന് അതിന് അഭിമാനമില്ല. ഇത്രയും വലിയ ശില്പം നിൽക്കുന്നത് നമ്മളെ കേരളത്തിലാണ്. അത് ശംഖുമുഖത്ത്. ഇപ്പോൾ വേറെ ഒരു നാട്ടിലാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോയിട്ട് കണ്ടിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത്രയും ഒരു വിലയില്ലാതിരിക്കാൻ നമ്മുടെ നാട്ടിൻ്റെ ഒരു ദയനീയമാണ്. KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, വളരെ നേരത്തെ തന്നെ കാനായി കുഞ്ഞിരാമൻ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളതാണ്. വേളിയിലായാലും ശംഖുമുഖത്തായാലും അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല. ആ ശില്പങ്ങളോട് ചേർന്ന് അനാവശ്യമായ നിർമ്മിതികൾ കൊണ്ടുവന്ന് ശില്പത്തിൻ്റെ ഭംഗിയാകെ കെടുത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പലപ്പോഴും പ്രകടിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണോ ഇപ്പോൾ ഈ അവാർഡ് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നത്? കിരൺ ബാബു, തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ഈ ശില്പങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും ഈ ശില്പങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ലെന്നുമാണ് പ്രധാനമായും കാനായി പറയുന്നത്. ഈ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ശംഖുമുഖത്തെ സമുദ്രകന്യകാ ശില്പത്തിന് സമീപം ഹെലികോപ്റ്റർ കൊണ്ടുവച്ച് കാനായിയുടെ ശില്പത്തിന്റെ മഹിമ കെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലുള്ള പരാതി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും MT വാസുദേവൻ നായർക്കാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ ഈ ഗോപിനാഥ് മുതുകാട്, ഡോക്ടർ ബിജു, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൂർ ചിറ്റപ്പള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കാണ് കേരള ഫിലിം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരാതി മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും കാനായി കുഞ്ഞിരാമൻ വ്യക്തമാക്കുന്നു. കിരൺ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഗ്രീഷ്മയുടെ വീടിന്റെ പരിസരത്തു നിന്നും പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ചില തെളിവുകൾ കണ്ടെടുത്ത വിവരമുണ്ട്. VV വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കുളമാണ്, ഗ്രീഷ്മയുടെ വീടിനടുത്തുള്ള കുളമാണ്, രാമവർമ്മൻ ചിറ കുളം എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ അമ്മാവൻ ഇവിടെ ഉപേക്ഷിച്ച ഈ കീടനാശിനിയുടെ ബോട്ടിൽ കണ്ടെടുത്തിരിക്കുന്നത്. അന്വേഷണ സംഘം ഇവിടെ കൊണ്ടുവന്ന് നടത്തിയ തെളിവെടുപ്പിൽ പ്രതി ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് ഈ ചിറയിലെ താഴ്ന്ന ഭാഗത്തേക്ക് ഇറങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇവിടെ കാട് പിടിച്ച സ്ഥലമാണ്, ഇവിടെ താഴേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയുമായി ഇറങ്ങിയാണ് ഇപ്പോൾ ഈ കുപ്പി കണ്ടെടുത്തിരിക്കുന്നത്. മഹസർ തയ്യാറാക്കുന്ന നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നു. ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ കീടനാശിനി കൊണ്ടുവന്ന കുപ്പി. ഇതിൽ നിന്നുള്ള വിഷമാണ് ഈ കഷായത്തിൽ കലക്കി കൊടുത്തതായി മൊഴി നൽകിയിട്ടുള്ളത്. തെളിവ് നശിപ്പിച്ചത് സംബന്ധിച്ച് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ തെളിവല്ലേ ഈ വിഷക്കുപ്പി? തീർച്ചയായും ഈ കേസിന്റെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് കീടനാശിനി കൊണ്ടുവന്ന കുപ്പി. ഇത് തെളിവ് നശിപ്പിച്ചതിനാണ് അമ്മയ്ക്കും അമ്മാവനുമെതിരെ നേരത്തെ കേസെടുക്കുകയും ഇരുവരെയും പ്രതി ചേർക്കുകയും ചെയ്തത്. ഈ കേസിന്റെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടം ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് കണ്ടെടുക്കുക എന്നതായിരുന്നു ഏറ്റവും വെല്ലുവിളി. കാരണം ഈ ബോട്ടിൽ എവിടെ എന്നത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നേരത്തെ ലഭിച്ചിരുന്നില്ല. അമ്മാവൻ തമിഴ്നാട്ടിൽ ജോലിക്ക് പോയപ്പോൾ ഭക്ഷണം കൊണ്ടുപോകാൻ ഈ ബോട്ടിൽ പിന്നീട് വൃത്തിയാക്കി എടുക്കുകയും അതിൽ ഭക്ഷണം കൊണ്ടുപോയി എന്നാണ് ആദ്യം മൊഴി നൽകിയത്. ഇത് കണ്ടെത്തുന്നതിന് നേരത്തെ സാധിച്ചിരുന്നില്ല. വ്യത്യസ്തമായ മൊഴികളാണ് പ്രതികൾ നൽകിയത്. ഓരോ സ്റ്റേഷനിലും വെവ്വേറെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആദ്യം ഈ കൊലപാതകം സമ്മതിക്കാൻ പോലും ഗ്രീഷ്മ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇത് സംബന്ധിച്ച് ഈ കഷായത്തിൽ വിഷം ചേർത്തു എന്ന വിവരം നൽകിയത്. പിന്നീട് അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൃഷി ആവശ്യത്തിന് വാങ്ങുന്ന കീടനാശിനിയാണ്, മാരകമായ കീടനാശിനിയാണ്. ഇത് അമ്മാവൻ നേരത്തെ വാങ്ങിയതാണ്, അത് വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഈ പെൺകുട്ടി കഷായത്തിൽ ചേർത്ത് ഈ കാമുകന് നൽകിയത്. ഇതിനെ തുടർന്നാണ് യുവാവിന്റെ മരണം സംഭവിച്ചതും. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ കിട്ടി, കീടനാശിനിയുടെ കുപ്പി കിട്ടി. ഇനി എന്താണ് മറ്റ് പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി പോലീസിന് ലഭ്യമാകാനുള്ളത്? ഇനി വീട്ടിൽ ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചായിരുന്നു ഇങ്ങനെ ഈ വിഷം കലർത്തി കൊടുത്തത്. അന്ന് ആ സമയത്ത് മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഷാരോണിനൊപ്പം അവിടെ എത്തിയ ഷാരോണിന്റെ സുഹൃത്ത് നൽകിയ മൊഴി. ഇരുവരും ചേർന്നാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് 14-ാം തീയതി വന്നത്. അന്ന് അവിടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഷാരോണിന്റെ സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ തെളിവ് കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘത്തിന് സാധിച്ചിരിക്കുന്നു. ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നടപടി ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ചിറയിൽ നിന്ന്, ഈ കുളത്തിൽ നിന്നാണ് ഈ പ്രതിയുമായി എത്തി ഇപ്പോൾ അന്വേഷണ സംഘം ഈ തൊണ്ടി മുതൽ കണ്ടെത്തിയത്. ഏറ്റവും ഈ കേസിലെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷന് ഏറ്റവും ശക്തമായ തെളിവായി മാറുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ എവിടെ നിന്ന് കീടനാശിനി വന്നു, അല്ലെങ്കിൽ എവിടെ സൂക്ഷിച്ചിരുന്നു, ആ ബോട്ടിൽ എവിടെ ഉപേക്ഷിച്ചു തുടങ്ങിയ സംശയങ്ങളാണ്
ഇതുവരെ ഉണ്ടായിരുന്നത്. അതിന് പരിഹാരമായിരിക്കുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു നേട്ടമാണ് ഈ കേസിൽ. ഇനി പ്രോസിക്യൂഷന് ഇത് കോടതിയിലെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറാൻ പോകുന്ന ഒരു തൊണ്ടി മുതലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ എത്തി നേരത്തെ തന്നെ SP ഓഫീസിൽ നിന്ന് വരികയും പാറശാല പോലീസ് സ്റ്റേഷനിലും പിന്നീട് പളകൽ പോലീസ് സ്റ്റേഷനിലും പ്രതികളുമായി എത്തിയിരുന്നു. തമിഴ്നാട് പ്രദേശമായതിനാൽ തമിഴ്നാട് പോലീസിന്റെ ഒരു അനുമതിയോടുകൂടി ആണ് ഇവിടുത്തെ നടപടികൾ പുരോഗമിക്കുന്നത്. നിയമപരമായി കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രദേശമല്ല. ഏതായിരുന്നാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. കിരൺ, എന്തായാലും ഈ കേസിൽ വളരെ സുപ്രധാനമായ ഒരു കണ്ടെത്തലാണ് ഈ വിഷക്കുപ്പി കണ്ടെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏറെ പ്രയാസമുള്ള അല്ലെങ്കിൽ കിട്ടാൻ ഏറെ പ്രയാസമുള്ള സംഭവമാണ് ഇന്ന് അത് കൃത്യമായി തന്നെ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. കേസിൻ്റെ തുടർന്നുള്ള കോടതി നടപടികളിലടക്കം ഏറ്റവും നിർണായകമാവേണ്ട തെളിവ് കൂടിയാണ് ഈ കീടനാശിനിയുടെ കുപ്പി. വിനോദ്, ഇപ്പോഴും അവിടെ തെളിവെടുപ്പ് തുടരുകയാണോ? ഇപ്പോൾ ഇനി എന്തെല്ലാമാണ് നടപടികൾ? അമ്മയും അമ്മാവനെയും ഇവിടെ രാമവർമ്മൻ ചിറയിലേക്ക് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അമ്മാവനാണോ? അതെ, അമ്മാവനെയാണ് പുറത്തിറക്കി തെളിവെടുപ്പ് നടത്തിയത്. അമ്മാവനാണ് ഇവിടെ നിർമ്മൽ കുമാർ. അദ്ദേഹമാണ് ഇവിടെ ഈ വിഷക്കുപ്പി കൊണ്ട് ഉപേക്ഷിച്ചത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ കുപ്പി ഇവിടെ ഉപേക്ഷിച്ചു എന്നാണ് നേരത്തെ മൊഴി നൽകിയത്. തെളിവ് നശിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെയും അമ്മാവനെയും ഈ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. ഇരുവരുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഗ്രീഷ്മയാകട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു. നാളെ ആയിരിക്കും ഗ്രീഷ്മയുമായുള്ള തെളിവെടുപ്പ്. ഇന്ന് ഇപ്പോൾ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപാണ് ഇരുവരെയും ഇവിടെ എത്തിച്ച് ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുന്നത്. കിരൺ, ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രോസിക്യൂഷന് അതിശക്തമായ ഒരു തെളിവായി മാറുന്ന വിഷക്കുപ്പി കണ്ടെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരിക്കുന്നു. കിരൺ, ഈ നിർമ്മൽ കുമാർ തന്നെയാണ് ഈ എവിടെയാണ് വിഷക്കുപ്പി ഉപേക്ഷിച്ചത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകിയതും അല്ലേ? തീർച്ചയായും ഈ ചോദ്യം ചെയ്യൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പെൺകുട്ടി പിടിയിലായ ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ നിർമ്മൽ കുമാർ ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിനോട് വിവരിച്ചിരുന്നു. ഇത് എവിടെ, ഈ വിഷക്കുപ്പി എവിടെ പോയി എന്നത് സംബന്ധിച്ച് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ വ്യത്യസ്തമായ മറുപടികളാണ് നൽകിയത്. പാറശാല പോലീസിനോട് ആദ്യം പറഞ്ഞത് അമ്മാവൻ ഈ ബോട്ടിൽ പിന്നീട് വൃത്തിയാക്കി അതിൽ ഭക്ഷണവുമായി ജോലി സ്ഥലത്തേക്ക് പോയി എന്നാണ്. പിന്നീട് അത് കണ്ടിട്ടില്ല എന്നാണ്. അതേസമയം ഈ ബോട്ടിൽ ഈ കൊല നടത്തിയത് ഗ്രീഷ്മ എന്ന് മനസ്സിലായതോടുകൂടി പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മയും അമ്മാവനും ഇടപെടൽ നടത്തുകയായിരുന്നു. അത് ഷാരോണിന്റെ കൊലയ്ക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഈ കൊലപ്പെടുത്താൻ പെൺകുട്ടി ശ്രമം നടത്തി എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചു. പിന്നീട് ഓരോ ഘട്ടത്തിലും പെൺകുട്ടി നിയമത്തിന് മുന്നിൽ വരാതിരിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇരുവരും തെളിവ് നശിപ്പിച്ചതിന് ഈ കേസിൽ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. വിനോദ്, ഇനി ഒരു വിവരം കൂടി അറിയാനുള്ളത്, ഈ അമ്മാവൻ നിർമ്മൽ കുമാർ ഈ ഷാരോണിനെ കൊല്ലാൻ വേണ്ടി ഈ വിഷക്കുപ്പി കീടനാശിനി വാങ്ങി കൊടുക്കുകയായിരുന്നു, അതോ നേരത്തെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങി വെച്ചത് അമ്മാവന്റെ അറിവോടെയോ അറിവില്ലാതെയോ ഈ ഗ്രീഷ്മ ഉപയോഗിക്കുകയായിരുന്നു? കിരൺ, ഇപ്പോൾ ഈ പ്രതി നൽകിയിട്ടുള്ള മൊഴി കൃഷി ആവശ്യത്തിന് വേണ്ടി നേരത്തെ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു കടയിൽ നിന്നാണ് ഈ കീടനാശിനി വാങ്ങിയത്. അത് കൃഷി ആവശ്യത്തിന് കുറച്ച് ഉപയോഗിക്കുകയും ബാക്കി സൂക്ഷിക്കുകയുമായിരുന്നു. ഇതിൽ നിന്ന് പെൺകുട്ടി ഈ ആൺ സുഹൃത്തിന് ഷാരോണിന് ഇത് കൊടുക്കുകയായിരുന്നു എന്ന മൊഴിയാണ് പോലീസിന് പ്രതി നൽകിയിട്ടുള്ളത്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത് ഏത് സമയത്ത് വാങ്ങി, എത്ര ഉപയോഗിച്ചു, എത്രയാണ് മിച്ചമുണ്ടായിരുന്നത്, ഇത് ഏതുതരം രാസവസ്തുവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും അതിൽ തുടർ അന്വേഷണം തുടരും. ഇപ്പോൾ ഇനി പോലീസിന് അറിയേണ്ടത് കൊലപാതക ആസൂത്രണത്തിൽ ഈ ഗ്രീഷ്മയ്ക്കൊപ്പം നിർമ്മൽ കുമാറും ഗ്രീഷ്മയുടെ അമ്മയും ഉൾപ്പെട്ടിരുന്നോ എന്നതാണോ? തീർച്ചയായും അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറ്റസമ്മത മൊഴി പെൺകുട്ടിയുടേതായി ഇതിനകം വന്നിട്ടുണ്ട്. താനാണ് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘത്തോട് വിവരിച്ചു. ഇപ്പോൾ കിരൺ, വീണ്ടും പ്രതികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കും അവരെ പിന്തുടരേണ്ടതുണ്ട്. കിരൺ, ശരി വിനോദ്, എന്തായാലും അവരെ പിന്തുടരുക. ഇനിയും കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. പ്രേക്ഷകരിൽ ആദ്യം തന്നെ ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. എന്തായാലും സുപ്രധാനമായ തെളിവ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ ആണ് ഈ കീടനാശിനി കുപ്പി ഉപേക്ഷിച്ചത്. ഒരു ചിറയിലായിരുന്നു ഉപേക്ഷിച്ചത്, രാമവർമ്മൻ ചിറയുടെ ഭാഗത്താണ്. അവിടെ നിന്ന് തന്നെ ആ കീടനാശിനിയുടെ കുപ്പി എന്തായാലും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. ഈ കോടതിയിലേക്ക് ഭാവിയിൽ ഈ കേസ് പോകുമ്പോഴും ഏറ്റവും നിർണായകമാകേണ്ടത് ഇത്തരം തെളിവുകളാണ്. പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുന്നത് ഇത്തരം തെളിവുകളുടെ അഭാവത്തിലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായ തെളിവ് ഇപ്പോൾ പോലീസ് വളരെ അടുത്ത ദിവസം തന്നെ കണ്ടെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് വി വിനോദാണ്. ഇനിയും തെളിവെടുപ്പ് തുടരുകയാണ്. വിനോദ്, ഇനിയിപ്പോൾ എങ്ങോട്ടാണ്? ഈ വീട്ടിലേക്കാണോ ഇവർ പോകുന്നത്? തീർച്ചയായും ഇനി പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അതോടൊപ്പം തന്നെ
ഈ കീടനാശിനി എവിടെ നിന്ന് വാങ്ങി എന്നത് സംബന്ധിച്ചുള്ള വിവരമുണ്ട്. അതുകൊണ്ട് ആ കടയിലെത്തിയുള്ള തെളിവെടുപ്പും തുടരും. ഇന്ന് പെൺകുട്ടിയുടെ മാതാവിനെയും അതോടൊപ്പം തന്നെ അമ്മാവനെയുമാണ് തെളിവെടുപ്പിന് എത്തിച്ചിട്ടുള്ളത്. നാളെ ആയിരിക്കും ഗ്രീഷ്മയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. കിരൺ, ഈ വീട്ടിലേക്ക് തന്നെയാണ് സംഭവം നടന്ന കൊലപാതകമല്ല, ആ വിഷം കൊടുത്ത വീട്ടിലേക്ക്, ആ മുറിയിലേക്ക്, അവിടേക്ക് തന്നെയാണോ ഇപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത്? അവിടേക്കാണ് ഇനി പ്രതികളെ എത്തിക്കുക. അതേസമയം വിഷം നൽകിയത് സംബന്ധിച്ച് ഇരുവർക്കും അറിവുണ്ടായിരുന്നില്ല എന്നാണ് പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും അത് പൂർണ്ണമായും അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ തെളിവെടുപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക. ഏതായിരുന്നാലും ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കിരൺ, വിനോദ, ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ വാർത്തയിലേക്ക് തന്നെ.